ഇൻസ്റ്റഗ്രാം തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും കരച്ചില്ല. മമ്മു കരഞ്ഞ്, സമീർ കരഞ്ഞ്, ജാസി കരഞ്ഞ്, MRC ആദിൽ എന്താ കരയാത്ത? ഓൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ചിരിച്ചു. അപ്പൊ ഓനെ സ്ക്രിപ്റ്റിൽ ഇട്ടിട്ട് കാര്യമില്ല. റാംബോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞമ്മക്കും ചെറിയ വലിയൊരു മനുഷ്യൻ വന്നാണ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കൂലേ? അതുകൊണ്ടാണ് റാംബോനെ കൊണ്ട് കരയിപ്പിക്കാത്തത്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. സ്ക്രിപ്റ്റ് ഇറക്കിക്കോളി, പക്ഷെ ഞാനും എന്റെ ഫോളോവേഴ്സ് ഒന്നും അത് വിശ്വസിക്കില്ല. പാടാ എവിടുന്നോ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഈ ഷെഡി തിരുമ്പി എന്നിങ്ങനെ എടുത്ത് പറയണം എന്തിനാണ്? നിങ്ങൾ ആലോചിക്കണേ, ഈ ലക്ഷക്കണക്കിന് 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷത്തിന്റെ PC ഒക്കെ വാങ്ങി ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ടീമിന് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ അറിയില്ല. ഞാൻ കുറച്ച് ഓവറായില്ലേ? ഞാൻ തൊപ്പിക്ക് ഒരു വാഷിംഗ് മെഷീൻ, മമ്മൂന് ഒരു വാഷിംഗ് മെഷീൻ, അത് വാങ്ങാനുള്ള പൈസ പോലെയുണ്ടല്ലോ. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ കഴിയാത്ത ഓന് ഇവലെ കൊണ്ട് ഇങ്ങനെ തിരുമ്പിച്ചാലോ അവന്റെ ഒരു സുഖം മനസ്സിലാവും. ഇതെന്താ ജന്മ്യ? 100 പ്രാവശ്യം പറഞ്ഞല്ലേ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്, എവിടെ നശിപ്പിച്ചു? ഇതെന്താ രാജഭരണ? പോടാ. ആ റാംബോന്റെ ഷെഡിക്ക് എങ്ങനെ മമ്മൂച്ച് തിരുമ്പല്? ഒരു മറ്റേ വലിയ കമ്പിളിപ്പോ പോലത്തെ ഒന്നായിട്ട് ഇതിട്ട് ഇങ്ങനെ നിങ്ങളവിടെ ഇട്ടാ തിരുമ്പല്? കല്ലുമ്മൽ ഇട്ടാണ്ട കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. നിങ്ങളവിടെ കല്ലുണ്ട? എന്തിനാടാ വെറുതെ നോണ ഇങ്ങനെ പറഞ്ഞ് കൂട്ടണത്? ഒന്നെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എന്തിനാ വെച്ചാല് തൊപ്പിന്റെ എന്തെങ്കിലും പടം ഇറങ്ങാണ്ടാവും, മമ്മൂന്റെ ഷമീറിന്റെ എന്തെങ്കിലും പടം ഇറങ്ങാണ്ടാവും. കൗതുക ലേശം കൂടുതലാണ്. ഇത് കണ്ടാണ് കുറെ ഇൻഫ്ലുവൻസേഴ്സ് പൊട്ടന്മാരുണ്ടാവും. എന്താണ് അങ്ങനെ ചെയ്തത്? അത് കൊടുങ്ക ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്നൊക്കെ കേട്ടാണ്. ഇപ്പൊ പുതിയ ഫയൽസ്, നിയാദ് ഫയൽസ്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇനി ഓരോന്ന് ഇങ്ങനെ നടക്കും. പിന്നെ ഓന്റെ ഷെഡ് നിങ്ങളൊന്ന് ആലോചിക്കാനേ, നമ്മളിപ്പോ റൊണാൾഡോന്റെ കൂടെ, മെസ്സിന്റെ, നെയ്മറിന്റെ കൂടെ ആണെങ്കിലും ഇന്നെ കൊണ്ടൊക്കെ അതേമാതിരി നെയ്മർ പറയണം എന്റെ ചെടി പോയി തിരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ചെറുക്കാ പോണേ പറഞ്ഞു പോയി. പിന്നെ എന്താ കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ എന്നെ കൊണ്ട് ഡെയിലി ബല ചെടി തിരുമ്പോ. ഒരു ദിവസം ഒരു ചെടിയല്ലേ ഇടുള്ളൂ, ഞാനൊക്കെ ഒന്നാടലുള്ളൂ. തൊപ്പിന്റെ ഗേൾ ഫ്രണ്ട് എന്നെ കൊണ്ട് ഓളെ ഷെഡിയും ബ്രൈച്ചറും തിരിപ്പിച്ചതൊക്കെ എന്ത് ഷെഡിയും ബ്രൈച്ചർ അങ്ങനെ. ഒരാണിനൊരു വില ഇല്ലേ? ഡിഗ്നിറ്റി, ആണിന് ഡിഗ്നിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി എന്നെ കൊണ്ട് ഷെഡ് തിരിപ്പിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാലറി തരാത്ത ആ മാസം തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. പക്ഷേ ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. നമുക്ക് റീച്ച് അങ്ങ് ഉണ്ടാക്കാറില്ല. നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇരുന്നാടാണ് ഉണ്ടാക്കിക്കൂടെ. അങ്ങനെ സ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അന്ന് തന്നെ പോലാണ്. അല്ലാതെ നീ അതെന്താ പഠിച്ചോനോ ഓൻ തരും പഠിച്ചോനോട് ദുആ ചെയ്ത് എന്നിട്ട് നിങ്ങൾ 4 ആളും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്നാണ്ട് തൊപ്പി ഞങ്ങൾക്ക് പൈസ തന്നെ. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. എന്നിട്ടാണല്ലോ ഇങ്ങനെ എന്നും ഇങ്ങനെ ഈ അജ്മീർ ചെമ്പ് പോലെ വീപ്പക്കുറ്റി പോലെ ഇങ്ങനെ പൊന്തി വീർത്ത് വരുന്നത്. ഇത് വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇങ്ങനെ തിന്നാൻ കിട്ടായിട്ട് 2 മെസ്സൊക്കെ ആയിട്ട് ഇങ്ങോട്ട് സാമ്പാറൊന്നും കയറ്റിയിട്ടാണ് ഇങ്ങനെ വീങ്ങി വരുന്നത്. ഗ്യാസ് നിറയ്ക്കലുണ്ട് നിങ്ങൾ ചോറിന്റെ പകരം? ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.